ചരിത്രത്തിൽ രോഗബാധിതർ ക്രൂരമായ വിവേചനങ്ങൾ നേരിട്ട കുഷ്ഠരോഗത്തെ പറ്റിയുള്ള ഭയം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അണുബാധ മാത്രമാണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസി. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെയും ചികിത്സാ രീതിയെയും കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡെർമറ്റോളജി വിഭാഗ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ വിനീത വർഗീസ് പണിക്കർ സംസാരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത വർഗീസ്, അമൃത ഹോസ്പിറ്റൽ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറാണ്. ഇന്ന് ലോക കുഷ്ഠരോഗ ദിനമാണല്ലോ. എന്താണ് കുഷ്ഠരോഗം? കുഷ്ഠരോഗം ആദ്യകാലം തൊട്ടേ നാം ഒരുപാട് ഭയപ്പെട്ടിരുന്ന ഒരു രോഗമാണ്. ഇപ്പോഴും പല ആൾക്കാർക്കും കുഷ്ഠരോഗത്തിൻ്റെ ഭയം കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. കുഷ്ഠരോഗം എന്നാൽ മൈക്കോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ഒരു അണു ഉണ്ടാക്കുന്ന ഒരു അണുബാധ മാത്രമാണ്. കുഷ്ഠരോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇപ്പോഴുണ്ട്. നമ്മുടെ ട്യൂബർക്കുലോസിസ് എന്ന രോഗം പോലെ കുഷ്ഠരോഗത്തിനും ആൻറ്റിബയോട്ടിക് ചികിത്സയിലൂടെ നമുക്കിത് ക്യൂർ ചെയ്യാവുന്നതാണ്. കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? കുഷ്ഠരോഗം ഉള്ള രോഗിക്ക് സ്കിന്നിൽ വെളുത്തത് അല്ലെങ്കിൽ നിറം മങ്ങിയത്, ചുമന്നതായ പാടുകൾ, ഈ പാടുകളിൽ സ്പർശന ശക്തി കുറവ് തോന്നുക, ചിലർക്ക് നെർവ്സിൽ അതായത് ഞരമ്പുകളിൽ തടിപ്പ്, വീക്ക്നെസ്, പിന്നെ കുറച്ച് മസിൽ വീക്ക്നെസ്, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട്, ദേഹത്ത് എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അസുഖം സ്ഥിരീകരിക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഈ അസുഖത്തിനെ കൺഫേം ചെയ്യാം. അതനുസരിച്ച് ഫലപ്രദമായ ചികിത്സ എടുത്താൽ ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യും. നമുക്കൊരു കുഷ്ഠരോഗമുള്ള ഒരു രോഗിയെ തൊട്ടത് കൊണ്ടോ അവർക്കൊപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അവരുടെ ഒപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് പെട്ടെന്ന് കുഷ്ഠരോഗം വരുന്നതല്ല. അപ്പം നമുക്ക് പണ്ട് കാലത്തെ പോലെ രോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഈ രോഗത്തെ നാം ഭയക്കേണ്ടതുമില്ല. ഫലപ്രദമായ ചികിത്സയും ക്യൂറേറ്റീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സകളും ഇതിനുള്ളതാണ്.